2025 ഫെബ്രുവരി 2 തീയതി മുതൽ 9 കൂടിയ തീയതികളിൽ തിരുവില്യാമല ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് എന്ന രീതിയിൽ തീർത്ഥക്കിണറിനും തീർത്ഥക്കുളത്തിനുമിടയ്ക്ക് ആശ്രമഭൂമിയിൽ വെച്ച് ഗായത്രി മഹായജ്ഞം നടക്കുന്നു. പൂർവം ഗുരുവായൂർ ഏകാദശി ദിവസം ഒരിക്കൽ ഞങ്ങൾ പുനർജനി നൂളുന്നത് കാണാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ അമ്പ് തീർത്ഥം, കൊമ്പ് തീർത്ഥം, കുളമ്പ് തീർത്ഥം, രാക്ഷസ തീർത്ഥം, ഇതിനെല്ലാം പുറമേ അപ്പുറത്തായിട്ട് ഗണപതി തീർത്ഥം, ഇത്രയും തീർത്ഥങ്ങൾ ഉണ്ടെന്ന് പറയുകയല്ലാതെ തീർത്ഥം എന്നത് കാണാനോ അത് കൈകൊണ്ട് മുക്കാനോ കാണാത്തൊരവസ്ഥയിൽ അപ്രത്യക്ഷമായ രീതി സംജാതമായി. അപ്പോൾ ഇതിൻ്റെ പരിണാമം എങ്ങനെ മാനവരാശിക്ക് തീർത്ഥമായിട്ട് സ്വാധീനത്തിൻ്റെ രീതിയിൽ സ്വാംശീകരിച്ച് അനുഭവയോഗ്യമാക്കി കൊടുക്കാം എന്നതിൻ്റെ ധ്യാനഭാവത്തിൽ തെളിഞ്ഞത് ഗായത്രി മഹായജ്ഞത്തിലൂടെ മാത്രമേ ഈ മറഞ്ഞത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂ എന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം 2024 ഏപ്രിൽ 21 തൊട്ട് 28 തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഒരു ഗായത്രി മഹായജ്ഞം പാമ്പാടി കോതക്കുരിശി അപ്പൻ മഹാദേവ ക്ഷേത്രത്തിനും ഭാരതപ്പുഴയ്ക്കും മധ്യേ ഏപ്രിൽ 21 തൊട്ട് 28 വരെ നടത്തിയത്. അതിൻ്റെ തുടർച്ചയെന്നോണം ഈ വർഷം 2025 ഫെബ്രുവരി 2 തീയതി തൊട്ട് 9 തീയതി കൂടിയ ദിവസങ്ങളിൽ ഇവിടെ തിരുവില്യാമല വെച്ച് ഞങ്ങളൊരു ഗായത്രി മഹായജ്ഞം നടത്തുകയാണ്. മാനവരാശിയുടെ പൂർണ്ണമായ ഗുണത്തിനും കാലത്തിനും പ്രകൃതിക്കും ഇന്ന് ജീവിച്ചിരിക്കുന്ന മാനവരാശിക്ക് മുഴുവനും പക്ഷിമൃഗാദികൾക്കും ജന്തുക്കൾക്കും വൃക്ഷലതാദികൾക്കും വേണ്ടി എന്നതാണ് ഇതിൻ്റെ ഉന്നമന ലക്ഷ്യം. ഇത്രയും അവസ്ഥയിൽ മാനവരും ജന്തുമൃഗാദികളും പക്ഷികളും കൃമികീടങ്ങളും കാലത്തിൻ്റെ അപജയത്തിൻ്റെ സമ്പ്രദായത്തിലേക്ക് പോകുമ്പോൾ ഇവരെ ഉദ്ധരിക്കാൻ ഏകമാർഗം ഗായത്രി മഹായജ്ഞം എന്നത് മാത്രമാണെന്ന് അകത്ത് തെളിഞ്ഞതിൻ്റെ അവസ്ഥയിലാണ് ഞങ്ങൾ ഗായത്രി മഹായജ്ഞം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന സർവരുടെയും ശ്രദ്ധയിൽ വരേണ്ടതും അവരവരാലാകാവുന്ന എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു തന്ന് ഈ സദുദ്യമത്തെ വിജയിപ്പിക്കേണ്ടതുമാണ് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹരി ഓം.